നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അദാനി ട്രാൻസ്മിഷൻ. അദാനി ട്രാൻസ്മിഷൻ ഇപ്പോൾ അദാനി എനർജി സൊല്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2024 വരാൻ പോകുന്ന ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആക്ടിൻ്റെ ഏറ്റവും അധികം ബെനിഫിഷ്യറിയാകാൻ സാധ്യതയുള്ള സ്റ്റോക്കായിട്ട് ജെഫ്രിസ് എന്ന ബ്രോക്കേജ് ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നത് അദാനി എനർജി സൊല്യൂഷനെയാണ്. ഇപ്പോൾ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പക്കലുള്ള ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആക്ട് പ്രകാരം ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിന് പ്രൈവറ്റ് കമ്പനികളിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങുന്ന ഒരു നിയമ ഭേദഗതിയാണ് വരാൻ പോകുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് അദാനി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അദാനി എനർജി സൊല്യൂഷൻ എന്ന കമ്പനിക്ക് ലഭിക്കും. 2024 മെയ് മാസത്തോടുകൂടി എനർജി ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ പ്രൈവറ്റൈസേഷനെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അദാനി എനർജി സൊല്യൂഷൻ എന്ന സ്റ്റോക്കിനെ വരും സമയങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. വരുന്ന ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനികൾ എങ്ങനെ പെർഫോം ചെയ്യും എന്നതിൻ്റെ സൂചനയാണ് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് വഴി നമ്മൾക്ക് ലഭിക്കുന്നത്. ഇനി ചില പ്രധാന കമ്പനികളുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് L&T ഫിനാൻസ് ഹോൾഡിംഗ്. L&T ഫിനാൻസിൻ്റെ റീറ്റെയിൽ ഡിസ്പേഴ്സ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 25% വർദ്ധിച്ച് 14,500 കോടിയായി മാറി. കമ്പനിയുടെ റീറ്റെയിൽ ലോൺ ബുക്ക് 31% വളർച്ച നേടി 74,750 കോടിയായി മാറിയിട്ടുണ്ട്. കൂടാതെ പോർട്ട്ഫോളിയോയിലുള്ള റീറ്റെയിലൈസേഷൻ 91% ഉയരുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ L&T ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. 3 ബാങ്കുകളുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. RBL, ഉത്കർഷ് സ്മാൾ ഫിനാൻസ് ബാങ്ക്, ഇസാഫ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. RBLൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് 13% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 92,743 കോടിയായി മാറി. LCR ഡെപ്പോസിറ്റ് 16% വർദ്ധിച്ച് 41,280 കോടിയായി മാറി. കാസ റേഷ്യോ 36.6% നിന്ന് 33.8% ഇടിഞ്ഞെങ്കിലും ഗ്രോസ് അഡ്വാൻസ് 20% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 81,870 കോടിയായി മാറുകയും റീറ്റെയിൽ അഡ്വാൻസ് 32% ഇയർ ഓൺ ഇയറിൽ ഉയരുകയും ഹോൾസെയിൽ അഡ്വാൻസ് 6% ക്വാർട്ടർ ടു ക്വാർട്ടർ ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് 30.8% ലോൺ പോർട്ട്ഫോളിയോയിലുള്ള ഗ്രോത്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഗ്രോസ് ലോൺ പോർട്ട്ഫോളിയോ 16,408 കോടിയിലേക്ക് കടക്കും. ടോട്ടൽ ഡെപ്പോസിറ്റ് ഇയർ ഓൺ ഇയറിൽ 17.6%, ക്വാർട്ടർ ടു ക്വാർട്ടർ 8.2% ഉയർന്ന് 15,111 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാസ ഡെപ്പോസിറ്റ് 8.3% ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 11.6% ഉയർന്നിട്ടുണ്ട്. ഒട്ടുമിക്ക ബാങ്കുകളുടെയും കാസ റേഷ്യോ നോക്കുകയാണെങ്കിൽ കാസ റേഷ്യോ ഇയർ ഓൺ ഇയറിൽ ഇടിയുകയും ക്വാർട്ടർ ടു ക്വാർട്ടർ ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഉത്കർഷ് സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെയും കാസ റേഷ്യോ ഇയർ ഓൺ ഇയറിൽ 21% നിന്നും 20% ഇടിഞ്ഞു. എന്നാൽ സീക്വൻഷ്യലി അല്ലെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ 19.9% നിന്നും 20% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഇയർ ഓൺ ഇയറിൽ 40.62% ഉയർന്ന് 18,860 കോടിയായി മാറി. കാസ ഡെപ്പോസിറ്റ്സിൽ 20.34% വളർച്ച ഇയർ ഓൺ ഇയറിലും 13.33% വളർച്ച ക്വാർട്ടർ ടു ക്വാർട്ടറിലും കൈവരിച്ചു. ഗ്രോസ് അഡ്വാൻസ് 36.77% ഉയർന്ന് 17,156 കോടിയായി മാറി. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 13.44% വളർച്ചയാണ് ഗ്രോസ് അഡ്വാൻസിൽ നേടിയിരിക്കുന്നത്. അസറ്റ് ക്വാളിറ്റിയിൽ ഒരൽപ്പം ഡിറ്റോറിയേഷൻ വന്നിട്ടുണ്ട്. ഗ്രോസ് NPA 152 ബേസിസ് പോയിന്റ് ഉയരുകയും നെറ്റ് NPA 99 ബേസിസ് പോയിന്റ് ഉയരുകയും ചെയ്തു. ഇനി കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ദാംപൂർ ഷുഗർ മിൽസ്. ദാംപൂർ ഷുഗർ മിൽസ് എന്ന കമ്പനിയുടെ ബൈബാക്കിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞു. 30 കോടി രൂപയുടെ ബൈബാക്കാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത്. ബൈബാക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജനുവരി 17 ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ കൊണ്ടുവരികയാണ്. ജനുവരി 17 മുതൽ ജനുവരി 29 വരെയാണ് റൈറ്റ് ഇഷ്യൂവിൻ്റെ പീരീഡ്. ഏകദേശം 4,000 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂവിൽ 1,812 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരിക്കും കമ്പനി റൈറ്റ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ജനുവരി 10 എന്ന റെക്കോർഡ് ഡേറ്റാണ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത്. 179 ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 6 ഷെയറുകളായിരിക്കും റൈറ്റ് ഇഷ്യൂ വഴി ലഭിക്കുക. ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കിനെയും നമുക്ക് ശ്രദ്ധിക്കാം. ജൂപ്പിറ്റർ വാഗണിന് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ സൈഡിൽ നിന്നും 697 മിലിറ്ററി ബോഗികൾ നിർമ്മിക്കുന്നതിന് 473 കോടി രൂപയുടെ കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റെയിൽ സെക്ടറിലെ ജൂപ്പിറ്റർ വാഗൺ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കാവുന്നതാണ്. സിർമ SGS ടെക്നോളജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായി സിർമ മൊബിലിറ്റി എന്നൊരു കമ്പനി വന്നിട്ടുണ്ട്. ഈ സിർമ മൊബിലിറ്റി എന്ന കമ്പനി മെമ്മറി ചിപ്സുകളുടെ ഡിസൈൻ, മാനുഫാക്ചറിംഗ്, അസംബ്ലിംഗ് കൂടാതെ PCB അസംബ്ലീസ്, സ്റ്റോറേജ് പ്രോഡക്റ്റ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്നു. ഡാബർ ഇന്ത്യയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നു. ഡാബർ ഇന്ത്യയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഫുഡ് ആൻഡ് ബിവറേജ് സെഗ്മെൻറ്റിൽ സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തും
പേഴ്സണൽ കെയർ സെഗ്മെൻറ്റിൽ മിഡ് സിംഗിൾ ഡിജിറ്റ് ഗ്രോത്തും എക്സ്പോർട്ട് ബിസിനസ്സിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്